വിജാതീയരുടെ ഇടയിൽ പോലും ഇല്ലാത്ത അധമ പ്രവർത്തികൾ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് അപ്പസ്തലൻ ഒരിക്കൽ വിഷമിക്കുന്നു. അതായത് ഇത് വിജാതീയര് പോലും ചെയ്യാത്ത കാര്യമാണ് ഈ പന്നക്കൂട്ടങ്ങൾ ചെയ്യുന്നത്. ആര്? ഈ വിശ്വാസി. മുടക്കുക. ഒരു വാക്ക് പറഞ്ഞാണ് നീ മുടക്കുന്നെങ്കിൽ ഓർത്തോണം, ഒരാളുടെ വഴി നീ തടഞ്ഞാൽ നിന്റെ 1000 വഴി മറ്റുള്ളവർ തടയും. നീ നോക്കും, ഒരു സംശയം വേണ്ട. ഞാൻ കർത്താവിന്റെ വാക്കാണ് പറയുന്നത്. ചങ്ക് പൊട്ടിയാണ് മനുഷ്യർ കരയുന്നത്. ഓരോ കാര്യങ്ങൾ ഓരോരുത്തരും ഒന്ന് മുടക്കിക്കിടക്കും. ആ കണ്ണുനീരിന്ന് വെറുതെ പോകുന്ന വിചാരിക്കുന്നത്. അതായത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ന് ഇവിടെ വെച്ച് കർത്താവിനോട് മാപ്പ് ചോദിച്ചിട്ട് അത് തിരുത്തണം. മനുഷ്യന് ഉണ്ടാവുന്ന നന്മയെ മുടക്കിക്കളയും. കല്യാണം മുടക്കുക, വസ്തു വിൽപ്പന മുടക്കുക, വസ്തു വാങ്ങാനുള്ളത് മുടക്കുക, പ്രമോഷൻ മുടക്കുക, ഇതെല്ലാം ആഭിചാരത്തിന്റെ ഭാഗമാണ് എന്നൊരു സുവിശേഷകർ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഒരിക്കലും ചെയ്യരുത്. അവരെങ്ങനെയെങ്കിലും ദൈവമേ ഈ ബാങ്ക് ലോണും തീർത്ത് കടവും തീർത്ത് എങ്ങനെയെങ്കിലും, അല്ലെ കൊച്ചിനെ 30 വയസ്സായി അതിനെ ഒന്ന് കെട്ടിച്ചു വിടാൻ, അത് രാവും പകലും ഇല്ലാതെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു നടക്കുമ്പോഴാണ് ഓരോ സാധനങ്ങൾ വന്നിട്ട് മുടക്കിക്കളയാണ്. മുടക്കുന്നവരെല്ലാം ഓർത്തണം. കൊച്ചുങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വളർന്നു വരുന്നില്ലേ? അത് ഓർത്തിരുന്നാൽ മതി. ഈ മുടക്കിയതിനൊക്കെ അവസാനത്തെ ചില്ലിക്കാശം കൊടുത്ത് തീർക്കാതെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കും.